പ്രിയപ്പെട്ട കൂട്ടുകാരെ, ശരിക്കും കുട്ടികൾ കളിക്കാനായി ജനിച്ചവരാണ്. ലൈഫ് ആസ്വദിക്കാനായിട്ട് എൻജോയ് ചെയ്യണം എവറി മൊമെന്റ്. കുട്ടികൾ മാത്രമല്ല, എല്ലാവരും അങ്ങനെ തന്നെയാണ്. പക്ഷെ നമ്മുടെ ഈ സൊസൈറ്റി, നമ്മുടെ നൂലാമാലകളെല്ലാം കൂടെ ഒരുമിച്ച് ചേർന്ന് നമ്മുടെ ജീവിതവും നമ്മുടെ ലേണിങ്ങും എല്ലാം ഒരു ദുഷ്കരമായ അൺപ്ലസന്റ് ആയിട്ടുള്ള ഒരു സംഭവമാക്കി മാറ്റിയിരിക്കുകയാണ്. ശരിക്കും ലേണിംഗ് ഒരു ആനന്ദപ്രദമായ ഒരു അനുഭവമായിട്ട് മാറണം. അപ്പോൾ മാത്രമേ അധ്യാപകൻ വിജയിക്കുന്നുള്ളൂ, ലേണിംഗ് വിജയിക്കുന്നുള്ളൂ. നമ്മുടെ ഒരു പഠനത്തിന്റെ ഒരു പുതിയൊരു യാത്ര ആരംഭിക്കാനായിട്ട് പോകുമ്പോൾ നമ്മുടെ ഈ ലേണിംഗ് ആനന്ദപ്രദമാകണം. അല്ലാതെ ഓരോ ദിവസവും ഒരു കയ്പ് പോലെ നല്ലതല്ല. നമ്മൾ ഒരിടത്ത് ജോലി ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ആ ജോലിയും ആനന്ദപ്രദമാകണം. അപ്പോഴേ ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും നമ്മൾ വളരും, നമുക്ക് കൂടുതൽ സന്തോഷം കിട്ടും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമ്മൾ ആസ്വദിക്കണം, എൻജോയ് ചെയ്യണം. അത് ഏറ്റവും കൂടുതൽ ലേണിംഗ് നമ്മൾ എൻജോയ് ചെയ്യണം. ഒരു അധ്യാപകന്റെ ജോലി എന്താണ്? കുട്ടി പറയുക, ഡ്രില്ലിന് പോകണ്ട, നമുക്ക് എന്ത് ചെയ്യാം? പഠിക്കാം, സാറിനോടൊപ്പം ഇരിക്കാം, പഠിക്കാം. ആ ഒരു ലെവലിലോട്ട് ആനന്ദപ്രദമാണ്, സന്തോഷപ്രദമായ ഒരു അനുഭവമാക്കി നമുക്ക് ലേണിങ്ങിനെ മാറ്റാം. അപ്പോഴേ അധ്യാപകർ യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നുള്ളൂ? ആ അധ്യാപനത്തിൽ വിജയിക്കുന്നുള്ളൂ. അപ്പൊ നമുക്ക് ഇന്ന് ഒരു ടീച്ചറിന്റെ ഏറ്റവും പരമപ്രധാനമായ കർമ്മം ഈ പഠന പ്രക്രിയ ആനന്ദപ്രദമാക്കി മാറ്റുക എന്നുള്ളതാണ്. അത് കുറെ സംഭവങ്ങളുണ്ട്. നമ്മുടെ കടുപ്പിടുത്തങ്ങൾ കുറച്ചാൽ തന്നെ എന്താവും? പകുതി മനസ്സമാധാനമാവും. പിന്നെ നമ്മുടെ ഈ ലേണിംഗ് മൊഡാലിറ്റീസ് നമ്മൾ പഠിപ്പിക്കുന്നത്, നമ്മുടെ രീതികളൊക്കെ ഒരു ടച്ച് ഓഫ് ക്രിയേറ്റിവിറ്റി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ലേണിംഗ് ആനന്ദപ്രദമാവും. ബോർഡ് കുട്ടികളുടെ കയ്യിലോട്ട് പാസ് ചെയ്താൽ ലേണിംഗ് എന്താവും? ആനന്ദപ്രദമാവും. സൈക്കോളജിക്കലി സൗണ്ട് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്ലാസ്സിൽ സൃഷ്ടിച്ചാൽ ലേണിംഗ് ആനന്ദപ്രദമാവും. പുറത്തോട്ട് കൊണ്ടുപോയാൽ ലേണിംഗ് ആനന്ദപ്രദമാവും. യാത്രയിലൂടെ പഠിച്ചാൽ ലേണിംഗ് ആനന്ദപ്രദമാവും. മൾട്ടിമീഡിയ ഒരു വീഡിയോസ്, കണ്ടന്റ്സ് കുട്ടികൾക്ക് കൊടുത്താൽ ലേണിംഗ് ആനന്ദപ്രദമാകും. പിന്നെ ചലഞ്ചിങ് ആയിട്ടുള്ള പസിൽസ്, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ അവർക്ക് അതിനകത്ത് എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ള ഒരു സംഭവവും ഒരു പ്ലഷർ ഓഫ് ഡിസ്കവറിയും കൂടെ ലഭിക്കുന്ന അനുഭവങ്ങൾ കൊടുക്കാനായിട്ട് പറ്റിക്കഴിഞ്ഞാൽ ലേണിംഗ് എന്താവും? ആനന്ദപ്രദമായിട്ട് മാറും. അപ്പൊ നമ്മുടെ ജീവിതയാത്രയിൽ നമ്മളെല്ലാവരും ലേണിംഗ് ആനന്ദപ്രദമാക്കിയിട്ടുള്ള കുറച്ച് കഥാപാത്രങ്ങളെ എന്ത് ചെയ്തിട്ടുണ്ട്? കണ്ടിട്ടുണ്ട്, അവരോട് കൂട്ടുകൂടിയിട്ടുണ്ട്, അവരോട് ചേർത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് അവരെ ഒന്ന് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ആനന്ദപ്രദമായ പഠനം, ഒരു ജോയ്ഫുൾ ആയിട്ടുള്ള ഒരു ലേണിംഗ് നമ്മുടെ കുട്ടികൾക്ക് എങ്ങനെ കൊടുക്കാം എന്നുള്ളതിനെ പറ്റി നമുക്ക് ഒരു ഹ്രസ്വമായി വളരെ ബേസിക് ആയിട്ടുള്ള ചില ഫണ്ടമെന്റൽസ് ചിന്തിക്കാം. ഈ ആനന്ദപ്രദമായ പഠനം എന്ന് പറയുമ്പോഴത്തേക്ക് അത് കളിയൊന്നുമല്ല, വെറും പ്യൂർ വിനോദമല്ല. പക്ഷെ വിനോദത്തിൽ എന്തോ ഉണ്ട്? ലേണിംഗ് ഉണ്ട്. പക്ഷെ ലേണിങ്ങിനകത്ത് നമ്മൾ ഒരു വിനോദത്തിന്റെ, ആനന്ദത്തിന്റെ, സന്തോഷത്തിന്റെ അനുഭവങ്ങള് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പറ്റിയാൽ നമ്മൾ എന്ത് ചെയ്തു? വിജയിച്ചു. അപ്പൊ എന്താണ് യഥാർത്ഥമായ ആനന്ദം? ആകർഷകമായ, അർത്ഥപൂർണമായ, ഉത്തേജിപ്പിക്കുന്നത് എന്തോ അതാണ് നമുക്ക് യഥാർത്ഥത്തിൽ എന്ത് തരുന്നത്? ആനന്ദവും സന്തോഷവും തരുന്നത്. നമ്മളെ ഉത്തേജിപ്പിക്കുന്നത്, പ്രചോദിപ്പിക്കുന്നത് നമുക്ക് ആനന്ദവും സന്തോഷവും തരുന്ന കാര്യങ്ങളാണ്, അനുഭവങ്ങളാണ്.